അപ്പോൾ കോളേജിലെ ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു ഇതിൻ്റെ ഒരു സൗകര്യം നോക്കിയാണ് ഈ ഡേറ്റ് വെച്ചത്. അതുകൊണ്ട് ഇതിവിടെ വരാൻ സാധ്യത എനിക്ക് ഏറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വികാരത്തിന് ഇവിടെ എല്ലാം അനുസ്മരിച്ചതാണ്. എങ്കിലും ഒരു വാക്ക് ഞാനും കൂടെ പറയുകയാണ്. നമുക്കറിയാം നമ്മുടെ കോളേജിലെ കുട്ടികൾ NSSന്റെ നേതൃത്വത്തിൽ യുവകാരുണ്യ സംരംഭം എന്ന നിലയിൽ പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. അതിലൊന്നാണ് ഭവന നിർമ്മാണം. ഈ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോളേജിന്റെ NSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അധ്യാപകർ, പ്രത്യേകിച്ച് ദീപ്തി ടീച്ചർ, മാർട്ടിന്, ജെയ്സൺ സാറ്, അതുപോലെ ഇന്നിവിടെ ടീച്ചർ സാറിന്റെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, മഞ്ജുഷ ടീച്ചർ കണ്ടായിരുന്നു ഞാനിവിടെ. അപ്പോൾ അധ്യാപകരെല്ലാം, ജെയ്സൺ സാറും ഒക്കെ ഇതിനിവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഭവനം തെരഞ്ഞെടുക്കാൻ ബഹുമാനപ്പെട്ട വികാരത്തെ സഹായിച്ചു. ഏറ്റവും അർഹതപ്പെട്ട ഒരു കുടുംബത്തിനാണ് നമ്മൾ ഈ സഹായം ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളതിനൊരു ചാരിതാർത്ഥ്യം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കുറെ കാലമായി ഒരു വീടിന് വേണ്ടിയിട്ട് ഇവർ പരിശ്രമിക്കുമായിരുന്നു എനിക്കറിയാം. പക്ഷേ അതെല്ലാം നമ്മൾ സുവിശേഷത്തിൽ വായിച്ച് കേട്ടത് അങ്ങനെയാണല്ലോ. നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ഉൾക്കണ്ടാകുലരാകേണ്ട, എല്ലാം കാലത്തിന്റെ തെരുവിൽ സമയത്ത്. കഴിഞ്ഞ നവംബറിലാണ് വീർപ്പാട് സ്വദേശിയായ ചാക്കോയ്ക്ക് പാരിക്കാപ്പള്ളി ജോസ് നൽകിയ 5 സെന്റ് സ്ഥലത്ത് വീടിനായി തറക്കല്ലിട്ടത്. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലെ NSS യൂണിറ്റുകളുടെയും സഹായത്തോടു കൂടിയാണ് ചാക്കോയുടെ വീടെന്ന സ്വപ്നത്തിന് സാക്ഷാത്കാരമുണ്ടായത്. NSS വോളണ്ടിയർമാർ വീടിന്റെ എല്ലാ ഘട്ടത്തിലുമുള്ള പ്രവൃത്തികൾക്കും നേതൃത്വപരമായ പങ്ക് വഹിച്ചിരുന്നു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെയും അതുപോലെ തന്നെ നിർമ്മലഗിരി കോളേജ് NSS 25-26 യൂണിറ്റിൻ്റെയും ഭാഗമായിട്ട് ഇവിടെ ചാക്കോ ചേട്ടന് നിർമ്മിച്ചു കൊടുത്ത വീട്ടിൽ എല്ലാവിധ സൗഖ്യങ്ങളോടെയും അതുപോലെ തന്നെ സന്തോഷത്തോടെയും അവരെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെയും നിർമ്മലഗിരി കോളേജിലെ NSS 25-26 യൂണിറ്റിൻ്റെ സഹായത്തോടെ നിർമ്മിച്ചു കൊടുത്ത വീടാണിത്. വീട് പണിയുടെ ഓരോ ഘട്ടത്തിലും NSS വോളണ്ടിയേഴ്സ് ഇവിടെ വന്നിരിക്കുകയും പണികളിൽ സഹായിക്കുകയൊക്കെ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഈ വീടിൻ്റെ വാർപ്പിൻ്റെ സമയത്തൊക്കെ 20ഓളം വോളണ്ടിയേഴ്സ് ഇവിടെ വരികയും കാര്യമായിട്ട് വാർപ്പിനൊക്കെ സഹായിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞും ടീച്ചേഴ്സും വോളണ്ടിയേഴ്സും വരികയും വീട് പണിയുടെ ഓരോ ഘട്ടങ്ങളും വീക്ഷിക്കുകയും ചെയ്തിട്ട് ഇന്നിപ്പം ഈ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി ഇവിടെ കയറിക്കൂടിയിരുന്ന ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് NSS വോളണ്ടിയേഴ്സിനെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ ഒരു അധ്വാനത്തിൻ്റെ ഫലം കൂടിയാണല്ലോ ഇതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളുടെ 2 ബാച്ച് കുട്ടികളുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഒരു ബാച്ചിലെ കുട്ടികളാണ് ഇവിടെ വന്ന് വീടിൻ്റെ തറക്കല്ലിട്ടു, അതിൻ്റെ ബാക്കി തറ കെട്ടിയതുമായിട്ടുള്ള പണികളിൽ പങ്കാളികളായത്. അതിനുശേഷം ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ഈ കുട്ടികളാണ് ഇവിടെ വാർപ്പിൻ്റെ സമയത്ത് മുഴുവൻ സമയം, രാവിലെ വാർപ്പ് തുടങ്ങിയ സമയം തൊട്ട് വൈകുന്നേരം വരെ എല്ലാ കുട്ടികളും വളരെ ആത്മാർത്ഥമായിട്ട് അവരിവിടെ വന്ന് വീടിൻ്റെ പണികളിൽ പങ്കാളികളായി. നമുക്ക് എല്ലാവരെയും ഇവിടെ എത്തിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഇത്രയും കുട്ടികളുടെ പ്രാതിനിധ്യം ഇന്ന് ഞങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നവംബർ മാസത്തിൽ തുടങ്ങിയ പണിയാണ്. നമുക്കതൊരു ജൂൺ ആയപ്പോഴത്തേക്കും നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. നിർമ്മലഗിരി കോളേജ് NSS യൂണിറ്റുകളും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ പാലുകാച്ചൽ ചടങ്ങ് വീർപ്പാടുള്ള ചാക്കോ കയ്യാണിയുടെ ഭവനത്തിൽ നടന്നു. ചടങ്ങിൽ കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ആന്റണി മുതുകുന്നേൽ, സെന്റ് മേരീസ് ഫൊറാന പള്ളി വികാരി ഫാദർ തോമസ് വടക്കേമുറിയിൽ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സെബാസ്റ്റ്യൻ TK, IQAC കോർഡിനേറ്റർ ഫാദർ മാർട്ടിൻ ജോസഫ്, പ്രോഗ്രാം ഓഫീസർമാർ ജെയ്സൺ ജോസഫ്, ദീപ്തി കെലിസ്ബത്ത്, NSS വോളണ്ടിയർമാർ എന്നിവർ പങ്കെടുത്തു. നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിൻ്റെ വോളണ്ടിയേഴ്സിൻ്റെ കഠിനാധ്വാനമാണ് ഈ വീർപ്പാട് താമസിക്കുന്ന ചാക്കോ ചേട്ടന് ഒരു കൂടെയുണ്ടായത്. ഒറ്റ വർഷം കൊണ്ടാണ് ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ചത്. നിർമ്മലഗിരി കോളേജിൻ്റെ 25-26 യൂണിറ്റ് അംഗങ്ങളാണ് ഇവിടെ ക്യാമ്പിൻ്റെ സമയത്ത് ഈ വീടിന് തറക്കല്ലിട്ടത്. ദീപ്തി മേഡത്തിൻ്റെയും ബേസിക് സാറിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ ഈ വീടിൻ്റെ പണി ഒറ്റ വർഷം കൊണ്ട് പൂർത്തീകരിച്ച് ചാക്കോ ചേട്ടന് ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ്. ചാക്കോ ചേട്ടന് സ്വന്തമായൊരു കൂര ഉണ്ടാക്കി കൊടുക്കാൻ നേതൃത്വപരമായ പങ്കുവഹിച്ച ഈ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ്മാരെയും അവരെ നയിക്കുന്ന അധ്യാപകരെയും നമുക്ക് അഭിനന്ദിക്കാം. ചാക്കോ ചേട്ടന് ഇന്ന് ചാക്കോ കൈമാറിയിരിക്കുകയാണ്. ചാക്കോ ചേട്ടൻ്റെ വീട്ടിൽ നിന്നും KB ഉത്തമൻ, ANN ന്യൂസ്. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കുഴിവേലിപ്പുറത്ത് ബിൽഡിംഗ്, മാർക്കറ്റ് റോഡ്, ചെമ്പേരി. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, ഉളിയിൽ, ഇരിട്ടി. സ്വർണം സ്നേഹമാണ്. MS ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മെയിൻ റോഡ്, ഇരിട്ടി. ഇരിട്ടി പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട.
ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് ചൂല് മുതൽ ചിരവ വരെ ഒരുക്കി. ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിത ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഈ സിറ്റി. ഏറ്റവും വിലക്കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ്. ഈ സിറ്റി മൈസൂർ റോഡ്, കല്ലുമുട്ടിയിൽ, ഇരട്ടി. വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്.